ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗൈസ് ഇന്ന് ഇങ്ങനൊരു വീഡിയോ ഞാൻ ചെയ്യണമെന്ന് വിചാരിച്ചതല്ല. എനിവേ ഇതെന്തായാലും എനിക്ക് വീഡിയോ ചെയ്യണമെന്ന് തോന്നി, അതുകൊണ്ട് ഞാൻ ചെയ്യുന്നതാണ്. ഗൈസ് ഒന്നാമത് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി വൈഫൈ ഇപ്പോൾ കിട്ടുന്നില്ല. ഗൈസ് ഒന്നാമത് ഇവിടെ കണ്ണൂരെല്ലാം നല്ല മഴയാണ്. ഇപ്പോൾ പുറത്ത് മഴയില്ല, ഇതുവരെ നല്ല മഴയായിരുന്നു. അതുകൊണ്ട് അപ്ലോഡ് ചെയ്യലെല്ലാം കുറച്ച് ടാസ്ക്കാണ്. അതുകൊണ്ട് വീഡിയോ ഡിലേ ആണ് ഗൈസ്, 2 വ്ളോഗ് ഡിലേ ആണ്. ഗൈസ് അതല്ല, ഇന്നത്തെ വിഷയം അതല്ല, അത് പറയാനാണ് ഞാൻ വന്നത്. അത് ഞാൻ പറയാം. ഗൈസ് എൻ്റെ ചാനൽ തുടങ്ങിയതപ്പോൾ ഡിസംബർ 18 ഞാൻ ചാനൽ തുടങ്ങിയിട്ട് ഇന്ന് വരെ ഇപ്പം ഈ ദിവസം വരെ എന്നെ സപ്പോർട്ട് ചെയ്യുന്നൊരു വ്യക്തിയുണ്ട് ഗൈസ്. അങ്ങനെയല്ലേ, എൻ്റെ വീട്ടുകാരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, എൻ്റെ ഫ്രണ്ട്സ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, റിലേറ്റീവ്സ് ആയാലും ഫാമിലി എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെയല്ല ഞാൻ പറയുന്നത് ഗൈസ്. അതിൻ്റെ പുറത്ത് ഇപ്പം ഇതുവരെ ആ വ്യക്തി എന്നെയും കണ്ടിട്ടില്ല, ഞാൻ ആ വ്യക്തിനെയും കണ്ടിട്ടില്ല, എന്നിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഗൈസ്. ഒരു ട്രാവൽ വ്ളോഗറാണ്, ഒരു യൂട്യൂബർ തന്നെയാണ്. ശ്രീലങ്കയിലാണ് ഗൈസ്. അവൻ ശ്രീലങ്കയിലാണ് ഗൈസ്. അവൻ്റെ പേര് മനുജ് എന്നാണ്. നിങ്ങൾക്ക് ചിലവർക്ക് അറിയായിരിക്കും. ഓൻ എന്തായാലും അടുപ്പിച്ചൊരു 1K സബ്സ്ക്രൈബേഴ്സ് ആവാനായിട്ടുണ്ട്. ഞാൻ വേണമെങ്കിൽ സൈഡ് 1K അല്ല 800 സംതിങ് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് ഗൈസ്. അവന് ഞാൻ സൈഡ് ഇവിടെ കൊടുത്തേക്കാം ഗൈസ്. അവൻ എന്നെ സപ്പോർട്ട് ചെയ്യുന്നതിൽ ഒരു എക്സ്ട്രീം സപ്പോർട്ടാണ് ഗൈസ് എന്നെ ചെയ്യല്. ഓൻ ഡെയിലി എന്നെ വിളിച്ചിട്ട് ബ്രോ എന്താ ഈ വീഡിയോ ഇടാൻ, അങ്ങനെ ഇങ്ങനെ പറഞ്ഞിട്ട് ഗൈസ്. ഓനിപ്പം എന്നെ ഞാൻ വീഡിയോ കാരണം ചിലപ്പോൾ ഓനായിരിക്കും ഗൈസ്. അങ്ങനെയാണ് എനിക്ക് പറയാം ഗൈസ്. ഒരു ബിഗ് സപ്പോർട്ടർ ഉണ്ടാവുമെന്ന് പറഞ്ഞാൽ ഗൈസ് ഒരുപാട് സന്തോഷമുള്ള കാര്യം തന്നെയാണ് ഗൈസ്. ഞാൻ മുമ്പത്തെ ചാനലിൻ്റെ ബാനായ സമയത്ത് ഒരു 10 ദിവസം കഴിഞ്ഞിട്ടാണ് ഈ ചാനൽ തുടങ്ങുന്നത്. ആ ബാനതിന് ശേഷം 10 ദിവസം കഴിഞ്ഞിട്ടാണ് ഈ ചാനൽ തുടങ്ങുന്നത്. 18-ന്, അതായത് 8-ാം തീയതിയാണ് എൻ്റെ ചാനൽ ബാനായത്. മാർക്കോ ടോക്ക് എന്ന് പറഞ്ഞ ചാനൽ ബാനായത്. എന്നിട്ട് ഈ QR മൈക്ക് എന്ന് പറഞ്ഞ ചാനൽ ഡിസംബർ 18-ന് തുടങ്ങി. അന്ന് തൊട്ട് ഇന്ന് വരെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഗൈസ്. അവൻ്റെ ചാനലിൻ്റെ പേര് സമഗമിക ഗൈസ്. ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ നോക്കുക. അവൻ്റെ ചാനലിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. എല്ലാവരും അന്ന് കയറി സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഈ ചാനലും സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണം പ്ലീസ് ഗൈസ്. പിന്നെ ഓനും ഞാനായിട്ടുള്ള ഒരാഴ്ചയായിട്ടു ഗൈസ് വാട്സപ്പ് കോൺടാക്റ്റ് തുടങ്ങിയിട്ട് ഓനും ഞാനും. ഓൻ്റെ നമ്പറൊക്കെ കിട്ടാൻ കാരണം ഓൻ്റെ ചാനലോ നമ്പർ പേസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ കയറി കോൺടാക്റ്റ് ചെയ്ത ഗൈസ്. അന്നേരം റിപ്ലൈ കിട്ടി, ഒരുപാട് സന്തോഷം. ഓനൊരു ട്രാവൽ വ്ളോഗറാണ്, ഞാനൊരു വ്ളോഗറാണ്, അതുകൊണ്ട് നല്ലൊരു സന്തോഷം ഗൈസ്. ശരിക്കും ഞാൻ ഇങ്ങനെ വീഡിയോ ചെയ്യാൻ കാരണം എന്താ വെച്ചാൽ ഓൻ എനക്ക് തരുന്ന അത്ര സപ്പോർട്ട് ഉണ്ടല്ലോ ഗൈസ്. ശരിക്കും ഇമോഷണലായി പോകും. ഓൻ പറയുന്നതാണ് കേട്ടോ ഗൈസ്. സത്യത്തിൽ ഞാൻ അന്ന് ഇമോഷണലായി ഗൈസ്. ഓൻ വിളിച്ചിട്ട് പറഞ്ഞു ബ്രോ എന്ത് ഈ വീഡിയോ ഇടാൻ, അങ്ങനെ ഇങ്ങനെ ഓൻ ഇംഗ്ലീഷിലാണ് പറയുന്നത്, ഞാനത് മലയാളത്തിൽ ഇങ്ങനെ പറയുന്നതാണ് ഗൈസ്. ഓന് മലയാളം അറിയില്ല, ശ്രീലങ്കക്കാരനാണ്. ഇംഗ്ലീഷും ഹിന്ദിയിലും അവന് ചെറുങ്ങനെ അറിയാം. അവന് കൂടുതൽ ഇംഗ്ലീഷാണ് സംസാരിക്കില്ല. പിന്നെ അവരെ ഭാഷ സിന്നാന അങ്ങനെ എന്തോ ഒരു ഭാഷ, അത് എനക്കറിയില്ല. അതുകൊണ്ട് എനക്കത് സംസാരിക്കാൻ കഴിയില്ല. ഇതെന്താ ഗൈസ്, ഇപ്പോൾ എയർപോർട്ടിന് ചെറിയ സീനലായിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ എന്തെല്ലോ കാണിക്കുന്നുണ്ട് ഇതിനകത്ത്. ചാർജ് ചെയ്യാൻ വെച്ചിട്ട് ചാർജും കയറുന്നില്ല. എനിവേ ഗൈസ്, അതുകൊണ്ട് ഗൈസ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിന് മുമ്പ് ഓനെ ഞാൻ വിളിച്ചിട്ട് ഓനോട് ചോദിച്ചു ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നുണ്ട്, ബിഗ് സപ്പോർട്ടർ എന്നുള്ള പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്യുക. അങ്ങനെ ചോദിച്ചാൽ ഓൻ പറഞ്ഞ യെസ് എന്നെല്ലാം പറഞ്ഞ് ഗൈസ്. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണം. ഓനോട് ഞാൻ ചോദിച്ചിന് ഗൈസ് ഈ വീഡിയോ ചെയ്ത എന്തെങ്കിലും ഓനെന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും ഉണ്ടോയെന്ന് ഗൈസ്. ഓൻ്റെ ചാനൽ എല്ലാവരും കയറി സപ്പോർട്ട് ചെയ്യുക. ഓൻ ഇതിനിടക്കായിട്ട് എൻ്റെ ഏതൊരു വീഡിയോ ഓൻ ഇൻസ്റ്റയിൽ പോസ്റ്റ് ഇട്ടെടുത്ത് ഞാൻ ശ്രദ്ധിച്ച ഗൈസ്. ഇത്ര സപ്പോർട്ടറാണ് ഞാൻ അന്നേരം ശ്രദ്ധിച്ചത്. ഓൻ ഇൻസ്റ്റയിൽ എൻ്റെ വീഡിയോൻ്റെ ചില ക്ലിപ്സെല്ലാം ഓൻ ഇൻസ്റ്റയിൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്, റീലായിട്ടിട്ട് ഗൈസ്. അന്നേരം തൊട്ട് ഗൈസ് ഞാൻ അവൻ്റെ ഫാനായി. എന്നിട്ട് അപ്പാടനെ അവൻ്റെ ചാനലിൽ പോയി നോക്കി. സമഗമിക ഒരു ട്രാവലർ വ്ളോഗറാണ്. എന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്തു. അവൻ്റെ ഇൻസ്റ്റാ പേജ് ഞാൻ ഫോളോ ചെയ്തു ഗൈസ്. അന്നേരം തൊട്ട് അവളുടെ വാട്സപ്പ് കോൺടാക്റ്റാണ് ഇപ്പോഴും ഗൈസ്. സത്യത്തിൽ ഞാൻ ഈ വീഡിയോയിൽ എന്തെല്ലാം പറഞ്ഞത് എനിക്ക് തന്നെ അറിയില്ല ഗൈസ്. സത്യത്തിൽ സന്തോഷം ഇമോഷണലെല്ലാം ആണ് ഗൈസ്. ഓൻ അങ്ങനെ പറയുന്നത് ആദ്യമായിട്ട് ഗൈസ് ഈ എക്സ്പീരിയൻസ് എനിക്കുള്ളത്. അതുകൊണ്ട് ഞാൻ എന്തെല്ലോ പറഞ്ഞു പോയിട്ടുണ്ടാവും വീഡിയോയിൽ ഗൈസ്. ഞാൻ ഇങ്ങനെയൊക്കെ പറയാൻ കാരണം അവൻ അത്ര എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഗൈസ്. ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ കാരണം. എനിവേ ഈ വീഡിയോ നിങ്ങൾക്ക് ചിലവർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും, ചിലവർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല, ബോറായിരിക്കും ഗൈസ്. സത്യത്തിൽ ഇതൊക്കെ പറയണം തോന്നി, അതുകൊണ്ട് മാത്രം പറഞ്ഞാണ് ഗൈസ്. ഡേ ഇൻ മൈ ലൈഫ് ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എനിവേ ഒരു നാളെയോ മറ്റന്നാളൊക്കെയുള്ളിൽ ഡേ ഇൻ മൈ ലൈഫ് വരും ഗൈസ്. അത് ഷൂട്ട് ചെയ്ത് വെച്ചിട്ട് കുറേ വൈഫൈ ഇല്ലാത്തതുകൊണ്ട് അപ്ലോഡ് ചെയ്യാൻ വൈകുന്നു. ഇതെന്തായാലും ഞാൻ ഷെഡ്യൂൾ ഇട്ടുകൊണ്ട് എന്തായാലും വരും. ഷെഡ്യൂൾ എന്തായാലും ഇട്ട് വെക്കും. ഇത് വരുന്നതെന്ന് നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടാവും. ബൈ ഗൈസ്.
ബൈ ബൈ ഗൈസ്. അവൻ്റെ ചാനലും സമഗമിക്കുകയും നിങ്ങൾ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഈ QR മൈക്ക് തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക ഗൈസ്. ലൈക്ക് ചെയ്യുക. ബൈ.